ഹേ ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങളുടെ പല ഫ്രണ്ട്സും പുകവലിക്കുന്നവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അവർ പുകവലിക്കുന്നത് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പോരാതെ നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുമുണ്ടാവും. നായകൻ ഭയങ്കര ടെൻഷനുള്ള സമയത്ത് നല്ല സ്റ്റൈലായിട്ട് സിഗരറ്റ് എടുക്കുന്നു, അത് കത്തിക്കുന്നു, അത് വലിക്കുന്നു. അപ്പോൾ തീരെ സിഗരറ്റ് വലിക്കാത്തയും പുകവലി തുടങ്ങാത്ത നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും, എന്നാൽ പിന്നെ ഒന്ന് തുടങ്ങി നോക്കിയാലോ. ശരിയല്ലേ? ദയവേത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പുകവലിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിക്കോട്ടിൻ. നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും നിക്കോട്ടിനെ പറ്റിയിട്ടല്ലോ. പക്ഷേ ഇത് അറിയാതെ ടെൻഷൻ ലെവലിലേക്ക് നേരിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ നിക്കോട്ടിൻ ഓരോ പഫ് വലിക്കുമ്പോഴും നമ്മൾ ആദ്യം ലങ്സിലെത്തും. ലങ്സിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷനിലേക്ക് കയറും, അവിടുന്ന് ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിനിൽ പോയി നിക്കോട്ടിൻ നേരെ ബൈൻഡ് ചെയ്യുന്ന കുറേ റിസപ്റ്റേഴ്സിലാകും. ഇതെല്ലാം നടക്കുന്നത് 10-15 സെക്കൻഡ് കൊണ്ടാണ്. വേറെ ഒരു മരുന്നും, ടാബ്ലറ്റോ ഇഞ്ചക്ഷൻ ആയാലും വേറെ ഒരു മരുന്നും അത്രയും ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് നമ്മളെ പെട്ടെന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. നമുക്ക് പെട്ടെന്നൊരു യൂഫോറിയ, പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് കാമാവുമെന്ന് തോന്നും. നമ്മളെ ടെൻഷനൊക്കെ കുറയാണോ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി അതിലേക്ക് ഞാൻ വരാം. ഇത്രയും ഫീലിങ്സ് എല്ലാം ഉണ്ടാവുന്നത് പെട്ടെന്ന് നടക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇത് ഓരോ പഫ് വലിക്കുമ്പോഴും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിഗരറ്റിൽ നിങ്ങൾ ആവറേജ് ആയിട്ട് പുക വലിക്കുന്ന ഒരാൾ 10 പഫോളം വലിക്കും. അപ്പോൾ ഓരോ ദിവസം ഒരു പാക്കിൻ്റെ അടുത്തൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആൾ എത്രത്തോളം നിക്കോട്ടിൻ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോയെന്ന് ആലോചിച്ച് നോക്കും. ഓരോ പ്രാവശ്യം ഇത് പഫ് വലിക്കുമ്പോഴും ഈ ഓരോ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനി നിക്കോട്ടിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ ബ്ലഡിൽ ഒരു ലെവലിൽ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ കൊണ്ടുള്ള പ്ലസ് എഫക്ട്സ് ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് എഫക്ട്സ്. അപ്പോൾ ഓരോ പഫ് വലിച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിക്കോട്ടിൻ്റെ ലെവൽ നമ്മളെ ബ്ലഡിൽ നിന്ന് താന്നു വരും. അപ്പോൾ താവുമ്പോൾ പിന്നെയും വലിക്കാൻ തോന്നും. അങ്ങനെ ഉണ്ടാകുന്ന ക്രേവിങ്, ഡിപ്പെൻഡൻസിനെ കൊണ്ടാണ് നിക്കോട്ടിനെ കൊണ്ട് അഡിക്ഷൻ ഉണ്ടാകുന്നതും. സ്മോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഒരാൾക്കും അത് നിർത്താൻ അത്രയും ബുദ്ധിമുട്ടാവുന്നതും ആ ഒരു ക്രേവിങ്ങിനെ കൊണ്ടാണ്. നിക്കോട്ടിൻ്റെ പോസിറ്റീവ് എഫക്ട്സിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി വിഡ്രോവൽ സിംറ്റംസ്, അതും നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്നും കൂടി കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ പഫ് വലിച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിക്കോട്ടിൻ്റെ ലെവൽ കുറയും. അത് 20 മിനിറ്റ് കഴിഞ്ഞ് 2 മണിക്കൂർ, 4 മണിക്കൂർ, 12 മണിക്കൂർ നിങ്ങൾ തീരെ പുക വലിച്ചിട്ടില്ല, ഒരു പഫ് പോലും വലിച്ചിട്ടില്ലെങ്കിൽ ബ്ലഡിലുള്ള നമ്മളെ ബോഡിയിലുള്ള നിക്കോട്ടിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. ബ്രെയിനിൽ പോയിട്ട് ഈ റിസപ്റ്റേഴ്സിൽ ഇത് ബൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ ബോഡി ഇതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചേഞ്ചസിനെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുക. അത് ഇപ്പോൾ പുകവലി പെട്ടെന്ന് നിർത്താൻ നോക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഫീലിങ്സ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, ഒരു പാനിക്കി സിറ്റുവേഷൻ, ഒരു പേടി, കൈയും കാലും വേറെയിൽ കൂടുതൽ വേർക്കുക, പലതരം ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതൊക്കെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള പുകവലിനെ കൊണ്ട് ടെൻഷൻ കുറയുന്നുണ്ടോ എന്നുള്ള സിനാരിയോയിലേക്ക് വരാം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാൻ 2 എക്സാമ്പിൾ പറയാം. പുക വലിക്കുന്ന ഒരാൾ നമുക്ക് സ്മോക്കർ എന്ന് പറയാം, പുക വലിക്കാത്ത ഒരാൾ നോൺ സ്മോക്കർ. ഈ 2 ആൾക്കാരെയും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മളുടെ ജീവിതത്തിൽ സ്ട്രെസ് എന്ന് പറഞ്ഞത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞാൻ സ്ട്രെസ്സിനെ പറ്റിയിട്ട് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ ആ വീഡിയോയും കൂടി കാണണം. അപ്പോൾ ഈ 2 ആൾക്കാരും, സ്മോക്കറും നോൺ സ്മോക്കറും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരാൾ സ്മോക്ക് ചെയ്യും, ഒരാൾ നോൺ സ്മോക്കർ. ബാക്കി എല്ലാ കണ്ടീഷൻസും അവരത് സെയിം ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, ഒരു കൺവീനിയൻസ് സേക്കിന്. അതായത് അവരെ ഏജ് സെയിം ആണ്, അവരെ ജെൻഡർ സെയിം ആണ്, അവരെ പഠിപ്പും വിവരവും ജോലി വീട്ടിലെ സാഹചര്യം എല്ലാം സെയിം ആണെന്ന് വിചാരിക്കാം. ഇവർക്ക് 2 പേർക്കും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒരു ദിവസം അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സ്മോക്കറിന് ഉണ്ടാവുന്ന ചേഞ്ചസ്, എങ്ങനെയാണ് നോൺ സ്മോക്കറിന് ഉണ്ടാവുന്ന ചേഞ്ചസ്, ഇത് രണ്ടും ഞാൻ പറയാം. നമുക്കൊരു സിറ്റുവേഷനും കൂടി എക്സാമ്പിളായിട്ട് കരുതാം. ഫോർ എക്സാമ്പിൾ, ഇവരൊരു എക്സാം എഴുതാൻ പോകാമെന്ന് വിചാരിച്ചു. എക്സാമിൻ്റെ ദിവസം രാവിലെ എണീറ്റു. സ്മോക്കറും നോൺ സ്മോക്കറും ബാക്കിയെല്ലാം സെയിം, അവരുടെ ഉറക്കം വരെ സെയിം ആയിരുന്നു. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, സ്മോക്കർ 8 മണിക്കൂറായിട്ട്, അതായത് ഉറങ്ങിയ സമയം തീരെ വലിച്ചിട്ടില്ല. തലേ ദിവസം രാത്രി ആണ് പുക വലിച്ചത്.
അപ്പോൾ അവർക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്കും നിക്കോട്ടിൻ്റെ ലെവല്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, അത് കുറഞ്ഞിട്ടുണ്ടാവും. ബ്ലഡിൽ നിക്കോട്ടിൻ്റെ ലെവൽ കുറഞ്ഞു. അപ്പോൾ അവർക്ക് എന്തായാലും അതിനുള്ള ക്രേവിങ് കൂടി വന്നിട്ടുണ്ട്. അവർക്ക് തോന്നുക അവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പോലും, പല്ല് തേക്കണോ, ചായ കുടിക്കണോ, എന്ത് ചെയ്യുന്നതിൻ്റെ മുമ്പേ അവർക്ക് വലിച്ചാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് അവരൊരു സിഗരറ്റ് എടുക്കും, അത് കത്തിക്കും, വലിക്കും. ആ 1-2 പഫ് ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ അവരുടെ നിക്കോട്ടിൻ ലെവൽ സ്റ്റേബിളായി. ആ നിക്കോട്ടിൻ ലെവൽ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഒരു റിലാക്സേഷൻ കിട്ടും, ഒരു കാംനെസ് കിട്ടും. അപ്പോൾ അവർ വിചാരിക്കുന്നത് ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അത് വലിച്ചുകൊണ്ട് ശരിയായി എന്നാണ്. ഇനി നോൺ സ്മോക്കറിൻ്റെ കാര്യം എടുക്കാം. ഇവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. തലേദിവസം നല്ല ഉറക്കമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ളത്, സെയിം ലെവലിൽ നിൽക്കുന്നത് എക്സാമിൻ്റെ സ്ട്രെസ്സ് മാത്രമാണ്. പുക വലിക്കുന്ന നമ്മളുടെ സ്മോക്കറിന് പക്ഷേ എക്സാമിൻ്റെ സ്ട്രെസ്സ് കൊണ്ട് അതിൻ്റെ കൂടെ അവർ പോലും അറിയാതെ പുക വലിക്കാതെ ഇരുന്നതിൻ്റെ സ്ട്രെസ്സും കൂടി വന്നു. ഇപ്പോൾ 2 തരത്തിലുള്ള സ്ട്രെസ് അവരിപ്പം അനുഭവിക്കുന്നുണ്ട്. ഇനി പുക വലിച്ച ആൾ പുക വലിച്ചുകൊണ്ട് മുഴുവനായിട്ട് ഈ രണ്ടാമത്തെ സ്ട്രെസ്സ് അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. പാർഷ്യലി, അതായത് ഒരു ലെവൽ വരെ മാത്രമേ ഈ രണ്ടാമത്തെ സ്ട്രെസ്സ്, അവർ 8 മണിക്കൂർ പുക വലിക്കാതെ ഇരുന്നുകൊണ്ട് ഉണ്ടായിരുന്ന സ്ട്രെസ്സ് കുറയുന്നുള്ളൂ. ഇവർ രണ്ടുപേരും എക്സാം എഴുതാൻ എക്സാമിനേഷൻ ഹാളിലെത്തി. നമ്മളുടെ സ്മോക്കറിന് പക്ഷേ എക്സാം എഴുതുന്നതിന് മുമ്പേ ഒന്നും കൂടി ഒന്ന് കത്തിക്കണം, ഒന്നും കൂടി ഒന്ന് വലിക്കണം, എന്നാലേ ഒരു ധൈര്യം വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ പോകും, ഒരു സിഗരറ്റും കൂടി എടുക്കും, അത് വലിച്ചു, കോൺഫിഡൻസ് വന്നു, ഇനിയിപ്പോൾ എക്സാം നല്ല ധൈര്യത്തിൽ എഴുതാം. നോൺ സ്മോക്കറിൻ്റെ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ലെവലും നിങ്ങൾ ഓർക്കണം. സ്മോക്കറിന് എക്സാം എഴുതുന്നതിൻ്റെ മുമ്പേ ഒന്നും കൂടി കത്തിക്കേണ്ടി വന്നു, ആ ഒരു സ്ട്രെസ്സും കൂടി. അത് കത്തിച്ച് വലിച്ചപ്പോൾ ആ ഉള്ള സ്ട്രെസ്സ്, വലിക്കാത്തതിൻ്റെ സ്ട്രെസ്സ് കുറച്ച് കുറഞ്ഞു, അത് ഫുള്ളായിട്ട് പോകുന്നില്ല. പുക വലിക്കുമ്പോൾ ടെൻഷൻ കുറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എക്സാം എഴുതുന്ന സമയം മുഴുവൻ നോൺ സ്മോക്കറിനും സ്മോക്കറിനും ഉണ്ടാകുന്ന സ്ട്രെസ്സ് സെയിം ആയിരിക്കും. പക്ഷേ സ്മോക്കറിന് ഒരു എക്സ്ട്രാ അഡീഷണൽ സ്ട്രെസ്സും കൂടിയുണ്ട്. അവർക്ക് വലിക്കാൻ പറ്റില്ല. ഇനി എന്തായാലും എക്സാം കഴിഞ്ഞിട്ടല്ലേ വലിക്കാൻ പറ്റുള്ളൂ. എക്സാം കഴിഞ്ഞു, രണ്ടുപേർക്കും വലിയ കുഴപ്പമില്ല. അവർ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസും ഒക്കെ വന്നു, അതിൻ്റെ ആൻസറൊക്കെ ചെയ്തു. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. നോൺ സ്മോക്കർ എക്സാമിൻ്റെ സ്ട്രെസ്സും ഒഴിവാക്കി, നോൺ സ്മോക്കർ വീട്ടിൽ പോകും. നമ്മളെ സ്മോക്കർ എക്സാമിൻ്റെ സ്ട്രെസ്സ് പോയി, ഓക്കെ കുഴപ്പമില്ല, പക്ഷേ അടുത്ത പുക വലിക്കാനുള്ള സമയമായി, അതുകൊണ്ട് അത് വലിക്കും. അപ്പോൾ ആ വലിക്കാതെ എത്രയും നേരം 3 മണിക്കൂർ വലിക്കാതെ ഇരുന്ന സ്ട്രെസ്സ് അടുത്ത സിഗരറ്റ് കത്തിക്കും, വലിക്കും, ആ സ്ട്രെസ്സ് കുറയ്ക്കും. അപ്പോൾ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു സ്മോക്കറിന് എല്ലാ സമയം സ്ട്രെസ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് നിലനിന്നുകൊണ്ടിരിക്കും. അവരുടെ സ്ട്രെസ്സ് ശരിക്കും മാറുന്നില്ല. അവരുടെ സ്ട്രെസ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അവർ പുക വലിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. അതായത് നമ്മളുടെ സൊസൈറ്റി, നമ്മളുടെ റൂൾസ്, അവർ ജോലി ചെയ്യുന്ന സ്ഥലം, എക്സാം, അവർ ഉൾപ്പെടുന്ന ആ സിറ്റുവേഷൻ, അവർ ചെന്നെത്തുന്ന ആ സിറ്റുവേഷനിൽ അവർക്ക് വിചാരിച്ച സമയത്ത് തന്നെ വലിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചെന്നെത്തുന്നതുകൊണ്ട് വലിക്കാൻ സാധിക്കാത്തതിൻ്റെ സ്ട്രെസ്സാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സ്മോക്കേഴ്സിന് അവർ വിചാരിച്ച സമയത്ത് വലിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ, അതിനെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. അവർ പെട്ടെന്ന് വലി നിർത്തി അതിനെ കൊണ്ടുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് അത് കുറച്ചും കൂടിയും ഹാർഷായിരിക്കും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്മോക്കിംഗ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതിൻ്റെ തെറാപ്പീസ്, അതൊക്കെ ഈ വിഡ്രോവൽ സിംറ്റംസ് മാനേജ് ചെയ്ത് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആയിട്ടും സപ്പോർട്ടായിട്ടും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഡ്രോവൽ സിംറ്റംസ് കാരണമല്ല സ്ട്രെസ് ഉണ്ടാകുന്നത്, ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻ കാരണമാണ്. കുറേ സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത് അധിക സ്മോക്കേഴ്സിനും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നത് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അവർ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പബ്ലിക് പ്ലേസിലെത്തുമ്പോൾ അവർക്ക് ആ സമയത്താണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുക. ഇതിന് വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിലൊരു ചൊറിച്ചിൽ വന്നു, പക്ഷേ ചൊറിയാൻ പറ്റില്ല. ആ ഒരു സെയിം സിറ്റുവേഷനിലാണ് അധിക സ്മോക്കേഴ്സും ഉണ്ടാവുന്നത്. അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇനി നിങ്ങളുടെ പുക വലിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങളോട് പറയാണ് അവർക്ക് പുക വലിക്കുമ്പം ടെൻഷൻ കുറയുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അവർ ശരിക്കും സ്ഥിരമായിട്ട് പുക വലിക്കുന്നതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ട്. ആ ഒരു ടെൻഷൻ അവരൊരു പഫ് വലിക്കുമ്പം കുറച്ച് കുറയും. അത് മാത്രമേ അവർക്ക് സംഭവിക്കുന്നുള്ളൂ.
അതല്ലാതെ അവർ ഏത് ടെൻഷൻ സിറ്റുവേഷനിലും ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് അത് വലിച്ചു കഴിഞ്ഞാൽ ആ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. നോൺ സ്മോക്കേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ എല്ലാ സമയവും സ്ട്രെസ്സും ടെൻഷനും മാനസിക പിരിമുറുക്കം എല്ലാം ഉണ്ടാവുന്നത് സ്മോക്കേഴ്സിന് മാത്രമാണ്. പുക വലിക്കുന്ന ഒരാൾക്ക് ഈ നിക്കോട്ടിൻ ഉണ്ടാക്കുന്ന ഒരു മാജിക്, ഒരു ഇല്യൂഷനിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. അവർ വിചാരിക്കുന്നത് പുക വലിക്കുന്നതുകൊണ്ടാണ് അവരുടെ സ്ട്രെസ്സ് മാറുന്നത്, അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ശരിക്കും അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സ് ഒരു ഭാഗം വരെ അവർ പുക വലിക്കുമ്പോൾ കുറയും. ആ ഒരു ഇല്യൂഷനിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. ഈ നിക്കോട്ടിൻ ഉണ്ടാക്കുന്ന ക്രേവിങ്, അത് കാരണം ഈ സ്മോക്കേഴ്സിന് അവർ സാധാരണ ചെയ്യുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ്, ഇപ്പം ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ആവട്ടെ, കണക്കുകൂട്ടൽ, പല്ല് തേക്കൽ, അവർ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസും സാധാരണ ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ആക്ടിവിറ്റീസ് അവർക്ക് തോന്നുക അവർക്ക് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചു കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. ഇതും നിക്കോട്ടിൻ്റെ ഒരു ഇഫക്റ്റാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് പുക വലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം നിങ്ങൾ പുകവലി നിർത്താൻ നോക്കിയിട്ടുണ്ടാവും. ആദ്യത്തെ 1, 2, 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പേടി, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ, പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഇതൊന്നും പുക വലിക്കാത്ത ഒരാൾക്ക് അനുഭവപ്പെടുകയില്ല. അപ്പം ടെൻഷൻ ആർക്കാ ശരിക്കും കുറവ്. ആ കുറച്ച് 2-3 ദിവസങ്ങൾ നിങ്ങൾ അനുഭവപ്പെട്ട പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ടായിരുന്ന പേടി, പാനിക്, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് നിക്കോട്ടിൻ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഉണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റംസ് മാത്രമാണ്. ഇതൊന്നും ഒരു നോൺ സ്മോക്കറിന് ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് വലിച്ചിട്ടുള്ള ആ സിഗരറ്റ് ഓർമ്മയുണ്ടോ? ആ ദിവസം ഓർമ്മയുണ്ടോ? നിങ്ങൾ ആദ്യത്തെ ആ സിഗരറ്റ് വലിച്ച് ഒന്ന് ചുമച്ചു, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഉണ്ടാക്കിയ ബുദ്ധിമുട്ട്, അതൊക്കെ അനുഭവപ്പെട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ഡിസിഷൻ അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ശരിക്കും നിക്കോട്ടിൻ നിങ്ങളുടെ ബ്രെയിനിൽ ആക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വലിച്ചിട്ടുള്ള ഓരോ സിഗരറ്റും ഈ ഫീലിംഗ്, നിക്കോട്ടിൻ്റെ ആക്ഷൻ ഓരോ സ്റ്റെപ്പാക്കി കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ഇപ്പം നിങ്ങൾ എത്തിയിട്ടുള്ള സിറ്റുവേഷൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ എന്താ പറയണ്ടേ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ശരിക്കും ടെൻഷൻ്റെ കാര്യം, അല്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോട്ടും കൂടി പറയാം. പുകവലി നിർത്തേണ്ട ആദ്യത്തെ അവസരം ശരിക്കും അത് തുടങ്ങിയ ദിവസമാണ്. നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ടു സ്റ്റോപ്പ് സ്മോക്കിംഗ് ഇന്നാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതേപോലത്തെ ഒരു കണ്ടന്റ് ആയിട്ട് കാണുന്നവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ.